മാന്യമായ നിലക്ക് നമുക്ക് അനന്തരാവകാശമായി കിട്ടിയതാണ്, മാന്യമായ നിലക്ക് നമ്മൾ സമ്പാദിച്ചതാണ്. ഈ സമ്പാദിച്ചതിലും അനന്തരാവകാശമായി കിട്ടിയതും അതും അവിശുദ്ധമായ അതല്ലെങ്കിൽ വിശുദ്ധമല്ലാത്ത രൂപത്തിലുള്ള സ്വത്തായി മാറും. കാരണം എന്താണ്? 595 ഗ്രാം വെള്ളി വാങ്ങുവാനുള്ള ധനം നമ്മുടെ കയ്യിൽ ഒരു വർഷം ഉണ്ടായിട്ട് അതിൽ 2.5% പാവപ്പെട്ടയാൾക്ക് നമ്മൾ കൊടുത്തില്ല എങ്കിൽ ആ 2.5% കൊടുത്തില്ല എന്നതിന്റെ പേരിൽ ബാക്കി 97 പോലും നമുക്ക് ഹറാമായി തീരണം. 2.5% കൊടുത്തില്ല എന്നതിന്റെ പേരിൽ ബാക്കി 97യും നമുക്ക് നിഷിദ്ധമാവുകയാണ്. കാരണം എന്താണ്? പാവപ്പെട്ടവന്റെ അവകാശമാണ് നമ്മുടെ സ്വത്തിൽ കലർന്നിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ സക്കാത്തുമായി ബന്ധപ്പെട്ട മസ്അലയും ഇതിന്റെ ഭാഗമായി നമ്മൾ ഓരോരുത്തരും പഠിക്കുക എന്നത് നിർബന്ധമാണ്. ഈ രണ്ട് കാര്യങ്ങൾ സ്വത്ത് ഉണ്ടാക്കുമ്പോഴും ഉണ്ടായ സ്വത്തിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ പരലോക ജീവിതം അത് വലിയ പ്രയാസമായിരിക്കുമെന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്.